ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ വെച്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് 3 ഡേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. 3 പാർട്ട് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക. ഈ ട്രിപ്പ് പോയിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആവാനായിട്ടുണ്ട് ഇന്നേക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട് ഇപ്പോഴും എൻ്റെ സൗണ്ട് റെഡി ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഫോണ് ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട്. അപ്പോൾ അതും ഇന്ന് റെഡി ആയിട്ടേ ഉള്ളൂ. അപ്പം അതൊക്കെ ആയിട്ടാണ് നമ്മൾ ലേറ്റ് ആയത്. അപ്പോൾ ഏതായാലും നമുക്കിനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കാണ് ഫസ്റ്റ് പോയത്. 9ാം വളവിൽ ഒന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ. കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ചായ കുടിച്ച് ഇറങ്ങിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എനിക്ക് വിശന്നില്ല കേട്ടോ, ബാക്കി എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ പോയിട്ട് ഇടിയപ്പവും ഹാഫ് എഗ്ഗ് കറിയും ആയിരുന്നു ഞാൻ എടുത്തത്. എല്ലാ പ്രാവശ്യവും ഇനി അവർ ഉള്ളിലേക്ക് കയറ്റും ടേബിളിൻ്റെ, എന്നിട്ട് അവരൊക്കെ സ്ലോയിൽ കഴിക്കും. ഞാൻ അവരെ വെയിറ്റ് ചെയ്യുന്ന പണിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു വെജിറ്റബിൾ കുറുമ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ് അവരെ. അപ്പം അവരെ വെയിറ്റ് ചെയ്യുന്ന സമയം ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് അവരെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എന്നൂരിലേക്കാണ് കേട്ടോ. നമ്മൾ 4 ഫാമിലി 2 കാറിലായിട്ടാണ് പോയത്. അപ്പം എന്നൂരിൽ പോയിട്ട് നമ്മൾ നേരെ ജീപ്പിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണ്. അവിടുന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ജീപ്പിൽ വേണം പോകാൻ. അപ്പോൾ എല്ലാവരും ജീപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫവാസ് കാക്കയും ഉപ്പയും മുനീർ കാക്കയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ജീപ്പ് വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, മുകളിലും താഴത്തും. അങ്ങനെ ജീപ്പ് വന്ന് നമ്മൾ ജീപ്പിൽ കയറിയിട്ട് പോവുകയാണ്. ഒരു 1/4 ഭാഗം റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചെറിയ കുലുക്കുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, പിന്നെ അടിപൊളി റോഡ് തന്നെ ആയിരുന്നു. നമ്മളെല്ലാവരും നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മൾ അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആണ്. ബട്ട് അവിടെ ഉള്ള വെയിൽ ഒടുക്കത്തെ വെയിലായിരുന്നു. പിന്നെ അവിടെ ഓട്ടോ സർവീസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് കയറാനുണ്ട്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പും ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് കയറിയാൽ മതി. പിന്നെ അവിടെയുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഒരു പഴയകാലയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു പഴയകാലത്തെ ഫീലായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ സൈഡിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഉപ്പിലിട്ടതും ഉപ്പയും ജില്ലും ഒക്കെ മുളയരി പായസമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി തന്നെ ആയിരുന്നു ഉപ്പിലിട്ടതും മുളയരി പായസമൊക്കെ. അപ്പം ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുള്ള വ്യൂ ആണിത്. My name is Benedict. My name is Stephanie. What is your name? Zelba Fatima. Selva Fatima. Zelba Fatima. Zelva Fatima. What a nice name. Say hi. Hi. പിന്നെ നമ്മൾ എന്നൂരിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവിടെ പുറത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീമും ഫ്രൂട്ടിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഇത് കൽപ്പറ്റുള്ള ഹോളിഡേയ്സ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിനാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇവിടേക്ക്. ഞാനാണ് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവിടെ വർഷത്തിൽ എല്ലാ ദിവസവും സദ്യ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല അടിപൊളി സദ്യയാണ്. എത്ര വിഭവം ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ചിക്കൻ 65 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്ലാന് ഫുൾ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നേരെ ഊട്ടിക്ക് വിടാമെന്ന് വിചാരിച്ചു. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകണമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയത് കൂടല്ലൂർ വഴിയാണ്. തിരിച്ചു വന്നത് മസനഗുഡി വഴിയും. അപ്പോൾ പോകുന്ന റൂട്ടിലൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചെറിയൊരു പാർക്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഊട്ടിയിൽ പോയിട്ട് ഡിന്നർ കഴിക്കുന്നതാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഫുഡ്. നമ്മുടെ കേരളം വിട്ടാൽ പിന്നെ ഫുഡിനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ഇതാണ് നമ്മൾ എടുത്ത റൂം. പിന്നെ എല്ലാവരും ഊട്ടിയിലെ തണുപ്പൊക്കെ ആസ്വദിച്ച് പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.